ഹരേ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി. ഭരതരാഘവ സംവാദമാണ്. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭു രാമ മഹാഭാഗ, മാമകവാക്യം ചെവിതൊന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം. ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയായ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കരാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്തെ വനവാസമത്ഭുത വിക്രമാ നാദാ പ്രസീദമേ. മാതാവു തന്നുടെ ദുർഗതം താവക ചേതസി ചിന്തിക്കരുതുതയാതിരെ. രാധാവു തന്നുടെ പാദാംബുജം ശിരസ്യാധായ ഭക്തി മരുൾ ചെയ്തു. ആ സമയത്ത് ഭരതൻ ശ്രീരാമചന്ദ്രനെ വന്ദിച്ചിട്ട് പറഞ്ഞു, പ്രഭോ രാമചന്ദ്ര, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടുന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആ അഭിഷേകത്തിന് വേണ്ടുന്ന കോപ്പുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി താമസിയാതെ രാജാഭിഷേകം നടത്തണം. അങ്ങയുടെ പിതൃസ്വത്തായി കൈവരുന്ന ഈ രാജ്യം അങ്ങ് തന്നെ ഭരിക്കുകയും വേണം. അങ്ങ് ജ്യേഷ്ഠനാണ്. ശ്രേഷ്ഠമായ ക്ഷത്രിയധർമ്മം രാജ്യപരിപാലനമാണ്. അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ നടത്തിച്ച് പ്രശസ്തി നേടി വംശം നിലനിർത്താനായി പുത്രോത്പാദനം നടത്തി രാജ്യത്തിന്റെ ചുമതലകൾ പുത്രനെ ഏൽപ്പിച്ചിട്ട് വനത്തിലേക്ക് പോകുന്നതാണ് ഉചിതം. ഇപ്പോൾ ഈ വനവാസം തികച്ചും അനുചിതമാണ് ജ്യേഷ്ഠ. നാഥ, എന്നോട് പ്രസാദിച്ചാലും ദയാനിധേ, അമ്മ ചെയ്ത പാപകൃത്യം അങ്ങ് ചിന്തിക്കരുതേ. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിലും പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യാരാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടാൻ. മധ്വാക്യമത്ര കേട്ടാലും കുമാരനെ യത്തോക്തം മയാ തദ്ദൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുകെന്ന് ചൊല്ലിനാൻ. പിതാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരുന്ന സുകാരണം. ചേതസാ പാർക്കൽ നമുക്കിരുവർക്കും ഈ താതനിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കും നിരൂഭൂതലേ. ജീവൻ ജീവൻ മുതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോകയാൻ ദണ്ഡകം തന്നിൽ വാണിയിരുവൻ. ജ്യേഷ്ഠന്റെ പാദകമലങ്ങൾ ശിരത്തിൽ വഹിച്ചിട്ട് ഭക്തിയോടെ ദണ്ഡ നമസ്കാരം ചെയ്ത ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മടിയിലിരുത്തി സന്തോഷത്തോടെ പുണർന്നുകൊണ്ട് രാമൻ പറഞ്ഞു, കുമാരാ, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഞാനും കേട്ടറിഞ്ഞിട്ടുള്ളത്. അച്ഛൻ സന്തോഷത്തോടെ എന്നോട് 14 വർഷം വനവാസം ചെയ്യാൻ പറഞ്ഞു. അച്ഛൻ തന്നെ അമ്മയുടെ അഭിപ്രായം അനുസരിച്ച് നിനക്ക് രാജ്യം നൽകി. അതുകൊണ്ട് നാം ഇരുവരും അച്ഛന്റെ ആജ്ഞ അനുസരിക്കേണ്ടവരാണ്. അച്ഛന്റെ വാക്കിനെ ധിക്കരിച്ച് നടക്കുന്നവൻ ജീവൻ മുതനാണ്. അവൻ മരിച്ചാല് നരകത്തിൽ തന്നെ വസിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് നീ രാജ്യം ഭരിക്കുക, ഞാൻ ദണ്ഡകാരണത്തിൽ വാടുകൊള്ളാം. രാമവാക്യം കേട്ടു തൊണ്ണാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനതൻ ശ്രീജിതൻ ഭ്രാന്തനോന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നൊരു ഭരതവാക്യം കേട്ടു രാഘവൻ. പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിത നാരീചിതനെല്ലാം കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ.
സാധന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിലും അസത്യത്തിൽ മാനസേ. എങ്കി ഞാൻ മാൽവൻ മനെ നിന്നിരുവടി സങ്കടമെന്നിയേ രാജ്യവും മാറുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനുമരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്കും വിഭിന്നവും പൂജനാം താതൻ വിധിച്ചിരു മുന്നമേ. വ്യത്യയമായ അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായ സുമിത്രാത്മജനെ പോലെ ഒരുവൻ കാനനത്തിങ്കലരുതെങ്കിൽ ചേരുവൻ എന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പതി നിത്യേവമാത്മനി നിശ്ചയിച്ചന്തിയേ. ധർമ്മവിരിച്ചു കിഴക്കൂ തിരിഞ്ഞു നിന്നപ്പോൾ വീരത്തുപു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സംഖ്യാം ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂടനായി കേൾക്ക നീയെങ്കിലും ഗൂഢമായൊരു വൃത്താന്തം നിർവാത്മജ. ഭരതൻ പറഞ്ഞു, കാമുകനായ അച്ഛൻ മൂഢനും ശ്രീശീലനുമായിരുന്നു. വൈബുദ്ധിഹീനൻ എന്നു മാത്രമല്ല ഭ്രാന്തനുമായി രാജപദവി കൊണ്ട് രാജഗുണവും പ്രധാനിയായി പോയ രാജാവിന്റെ വാക്ക് പാലിക്കേണ്ട കാര്യമൊന്നുമില്ല ചേട്ടാ. അങ്ങ് മടിക്കാതെ രാജാവായി വാഴുക. ശ്രീരാമൻ ഇത് കേട്ട് പുഞ്ചിരി കൊണ്ട് പറഞ്ഞു, രാജാവായിരുന്ന അച്ഛൻ ശ്രീശീലനല്ല, കാമാസക്തനും വിദ്യയുമായിരുന്നില്ല ഭരത. അസത്യഭയം കൊണ്ടു അച്ഛൻ ചെയ്ത കാര്യത്തിൽ കുറ്റം പറയാനേ പാടില്ല ഭരത. സജ്ജനങ്ങൾ നരകത്തെക്കാളും അസത്യത്തെ ഭയക്കുന്നു. ഭരതൻ പറഞ്ഞു, അപ്പോ എങ്കിൽ ഞാൻ വനവാസത്തിൽ കൊള്ളാം. നിന്തിരുപടി സങ്കടമില്ലാതെ രാജ്യം ഭരിച്ചാലും നിനക്ക് രാജ്യവും എനിക്ക് വനവും പൂജ്യനായ അച്ഛൻ നേരത്തെ തന്നെ വിധിച്ചു കഴിഞ്ഞു ഭരത. വിപരീതമായി നാം പ്രവർത്തിച്ചാലത് നമുക്ക് സത്യവിരോധമായി തീരും. അങ്ങനെയാണെങ്കിൽ ഞാനും ഇന്ദിരുപടിയുടെ പിന്നാലെ ലക്ഷ്മണനെ പോലെ ഒരു സേവകനായി വനത്തിലേക്ക് പോരുന്നുണ്ട് ചേട്ടാ. അത് പാടില്ലെങ്കിൽ ഞാൻ നിത്യോപവാസം ചെയ്ത് അന്വേഷിച്ച് ജീവത്യാഗം ചെയ്യുന്നതാണ്. ഇങ്ങനെ തീരുമാനിച്ച് ഭരതൻ ദർഭ വിരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് വെയിലേറ്റ് നിന്നു. ഭരതന്റെ ശാഠ്യം കണ്ടിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവനെ ഉപദേശിക്കാനായിട്ട് വസിഷ്ഠ മഹർഷിയോട് നേത്രസംജ്ഞയാൽ അഭ്യർത്ഥിച്ചു. അതനുസരിച്ച് വസിഷ്ഠ മഹർഷി ഭരതനോട് പറഞ്ഞു, രാജകുമാര, നീ വിഡ്ഢിയാകരുത്. ഞാനൊരു രഹസ്യം നിന്നോട് പറയാം. രാമനാകുന്നതു നാരായണൻ വരൻ താമരാസോദ്ഭവനർച്ചിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നിടും. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായ ദൂതനകി മോഹിപ്രവനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകരാഘവന്മാരെന്നറിയവരി പോലെ രാവണനെ കൊല്വതിന്നു വനത്തിന്നു ദേവകാര്യാതം പുറപ്പെട്ടു രാഘവൻ. മന്ദരവാക്യവും കൈകേകി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയ നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. പുരുഷാനുജ്ഞയാ തത്വരം നീ രാജധാനിക്ക് പോകമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും പടയും ചെന്നയോധ്യാപുരി പൊക്കു വസിക്ക നീ. പന്നീടും അഗ്രജൻ താനും അനുജനും ദേവിയും ഈരേരു സംവത്സരവോ അതവും. രാവണൻ തന്നെ വധിച്ചു സമുദ്രം. ഇത്തം ഗുരുക്തികൾ കേട്ടോ ഭരതനും ചിത്തേ പിറന്നോട് വിസ്മയം കൈക്കൊണ്ടു. ഭക്യാരൂതമസന്നിധൗ സാധനം ഗത്വാമുഹൂർണമസ്കൃത്വാ സഹോദരം. പാതുകാം ദേഹി രാജേന്ദ്രാജായതേ. പാദമുഖ്യാ മമ സേവിച്ചുകൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവാമേ. താവദേവാനാരദം ഭജിച്ചിടുവൻ. ഇച്ചംബനോക്തി കേട്ടു രഘുത്തമൻ കൊൽത്താരടികളിൽ ചേർന്ന മിതിയടി. ഭക്തിമാനായ ഭരതനു സഹിരാൻ നത്വാ
പരിഗ്രഹിച്ചിരാൻ തമ്പിയും. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ബ്രഹ്മദേവൻ അപേക്ഷിക്കുകയാൽ സൂര്യവംശത്തിലെയും ദശരഥ രാജാവിന്റെ പുത്രനായി ജനിച്ചിരിക്കുകയാണ് ഭരതം. ധർമ്മരക്ഷയ്ക്കായി രാവണനെ വധിച്ച് ദേവന്മാരെ സംരക്ഷിക്കുവാനാണ് അവതാരോദ്ദേശം. സീതാദേവി യോഗമായ യോഗമായയാണ്. ആദിശേഷൻ തന്നെ ലക്ഷ്മണനായി പറഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ മാതാവും പിതാവും തന്നെയാണ് ശ്രീരാമചന്ദ്രന്മാരെന്ന് മനസ്സിലാക്കുക. രാവണനെ വധിക്കാനായി ശ്രീരാമൻ ദേവകാര്യം മുന്നത്തെ വനത്തിലേക്ക് പുറപ്പെട്ടതാണ്. മന്ദേരവാക്കും കൈകേയിയുടെ ശാഠ്യബുദ്ധിയും ദേവന്മാരുടെ പ്രേരണയാൽ ഉണ്ടായവയാണ്. അതുകൊണ്ട് ശ്രീരാമനെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകാനുള്ള മോഹം നീ വെടിയുക. മന്ത്രിയോടും സേനാവ്യൂഹത്തോടും മാതാക്കളെയും കൂട്ടിക്കൊണ്ട് നീ അയോധ്യയ്ക്ക് പോയി വാഴുക. 14 വർഷം കഴിയുമ്പോൾ രാവണനെയും പുത്രന്മാരെയും വധിച്ചിട്ട് ദേവിയും മനുഷ്യനുമൊത്ത രാമദേവൻ തിരിച്ചെത്തും. കുലഗുരുവിന്റെ വാക്കുകൾ കേട്ട് ഭരതൻ വിസ്മയാധീനനായി രഘുരാമന്റെ സന്നിധിയിൽ ചെന്ന് വീണ്ടും വീണ്ടും നമസ്കരിച്ചു പറഞ്ഞു, രാജശ്രേഷ്ഠ, അങ്ങയുടെ പാദങ്ങളെ എന്ന ഭാവനയോടെ എനിക്ക് പൂജിക്കാനായി അങ്ങയുടെ മാർഗങ്ങൾ തന്നാലും ദേവദേവ, അങ്ങ് തിരിച്ചെത്തുന്നവരെയും ഞാൻ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കും. ഭരതൻ പറഞ്ഞു കേട്ട് ശ്രീരാമദേവൻ തന്റെ പാദങ്ങളിൽ ചേർത്തിരുന്ന മൈവരിയടി പത്യമാനായ അനുജന് നൽകി. നമസ്കരിച്ചിട്ട് ഭരതൻ അത് സ്വീകരിച്ചു. ഉത്തമരത്നവിഭൂഷിതാപാതുകാമുത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ഷ്യാപരീക്ഷണം കൃത്വാ നമസ്കരിച്ചു വന്നിച്ചു തൊണ്ടാൻ സകൃതം. മഞ്ഞബ്ധപൂർണേ പദമതിനെ ഭവാൻ വന്നതില്ലെന്നു വന്നേതു കൽപ്പിനയാൻ അന്യ ദിവസമുഷത്തി ജലിപ്പിച്ച ഭക്തിയെ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നത് കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ ബോർഡ് ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതില്ലങ്ങു ഞാനന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടാൻ. പിന്നെ പരീക്ഷണവും ചെയ്തു വന്നിച്ചു വന്നേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോചേന കൊണ്ടുപോയിരിനാൻ. സിംഗിവേനാധിപനായ കുവനെയും മംഗളമാജ പറഞ്ഞയിച്ചിരിനാൻ. മുമ്പിൽ നടന്നു കുവൻ വഴി കാട്ടുവാൻ, പിൻപേ പെരുമ്പടയും നടകൊണ്ടിരു. കൈകേയിതാനും സുമസുരസുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു കാനുവാദേന നാരംഗപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി രഘുവരൻ തന്നെയും ചിന്തിച്ചരുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. ഉത്തമരത്നങ്ങൾ പതിച്ച പാതുകങ്ങളെ ചെറുതാ വലിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമദേവന്റെ ഭക്തിപൂർവം പ്രതിഷ്ഠണം വെച്ച് നമസ്കരിച്ച് എഴുന്നേറ്റ് ഭരതൻ തൊണ്ടയിടച്ചോടെ പറഞ്ഞു, 14 വർഷം കഴിഞ്ഞാലടുത്ത ദിവസം തന്നെ അങ്ങ് വന്നെത്തിയില്ലെങ്കിൽ അതിനടുത്ത് വരുന്ന പ്രഭാതത്തിൽ ഞാൻ ആളിക്കത്തുന്ന തീയിൽ ചാടി മരിക്കും ചേട്ടാ. ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ കണ്ണീരൊടുമ്പിക്കൊണ്ട് പറഞ്ഞതിനൊരു മാറ്റവുമില്ല. ഞാൻ അന്ന് തന്നെ അവിടെ എത്തും. ശ്രീരാമൻ ഭരതന് യാത്രാനുമതി നൽകി. രാമനെ പ്രതിഷ്ഠണം വെച്ച് നമസ്കരിച്ചിട്ട് ഭരതൻ പുറപ്പെട്ടു. ശ്രീരാമദേവനെ തന്നെ ജനിച്ചുകൊണ്ട് മാതാക്കളും മന്ത്രിമാരും മഹാസൈന്യവും മടക്കയാത്രയ്ക്കൊരുങ്ങി. സിംഗിവേരാധീശനായ ഗുഹനു ശ്രീരാമൻ വിട നൽകി. ഗുഹൻ മാർഗദർശിയായി മുമ്പേ നടന്നു. പിന്നാലെ മഹാസൈന്യം യാത്ര തിരിച്ചു. കൈയിൽ ശ്രീരാമനെ കണ്ട് നിത്യമായിക്കൊണ്ട് ഭരതനോടൊപ്പം നടന്നു. ഗുഹന്റെ അനുമതിയോടെ ഭരതൻ പരിവാര സമേതനായി ഗംഗാ നദി കടന്നു. അയോധ്യാപുരിയിലെത്തിയവരെല്ലാം നിരന്തരം ശ്രീരാമദേവനെ തന്നെ ചിന്തിച്ചുകൊണ്ട് നാൾ കഴിച്ചു. ഭക്തന്മാരായ പൗരജനങ്ങള് വിശേഷ ബുദ്ധിയോടെ സുഖമായി വസിച്ചു. താപസവേഷം ധരിച്ചു ഭരതനും താപേജ ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമൻപോട് പുകിതു. വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം
ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് അന്തിയെ സേവിച്ചു നിന്നാലിരുവരും താനാമുനിജന സേവിതനായ ഒരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടൂരഭൂതമൻ മിത്രവർഗങ്ങളയോധിയിൽ വന്നെത്തും ഇവിടെ ഇരുന്നാലിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധമൂടം ഗവിച്ചീടുക വേണ്ടും ഇതം വിചാര്യാതരത്രീസുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തഥാ സത്യാച ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ മതശത്രുഘ്നൻ മാതാവസവേഷം ധരിച്ച് ദുഃഖത്തോടെ മതമനുഷ്ഠിച്ചുകൊണ്ട് നന്ദിഗ്രാമത്തിലെത്തി വസിച്ചു. ലോകരെല്ലാം ആനന്ദിച്ചു. ഭഗവാൻ ശ്രീരാമദേവന്റെ പാദങ്ങളാണെന്ന ഭാവനയോടെ പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ചിട്ട് സുഗന്ധദ്രവ്യങ്ങളും പൂക്കളും അർപ്പിച്ച് പൂജിച്ചുകൊണ്ട് സമീപത്തായി മതശത്രുഘ്നന്മാർ വസിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന്മാരോടൊത്ത് ആനന്ദത്തോടെ ചിത്രകൂടത്തിൽ കുറച്ചു നാൾ കൂടി പാർത്തു. ഇടയ്ക്ക് അദ്ദേഹം ചിന്തിച്ചു, ഇവിടെ തന്നെ വസിച്ചാൽ അയോധ്യയിൽ നിന്ന് മിത്രങ്ങൾ സുഖാന്വേഷണവുമായി വന്നിട്ടും, അതുകൊണ്ട് ഒട്ടും വൈകാ ദണ്ഡക വനത്തിലേക്ക് പോകണം. ഇങ്ങനെ വിചാരിച്ചവർ മൂവരും ചേർന്ന് ചിത്രകൂടം ഉപേക്ഷിച്ച് വനത്തിനുള്ളിലേക്ക് കടന്നു. അത്യയാശ്രമ പ്രവേശം അത്തില്ലെന്നാശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്ത്യാനമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യം ധന്യോസ്മി മഹാമുനി ശ്രീമത്പദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണുനാരായണൻ പരൻ മോക്ഷതനെന്നറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ച് തർക്ഷ്യപാദാദികൾ കൊണ്ടു തം രാജീവലോചനം മാതൃഭാര്യാജിതം ചൊല്ലിനാൻ ഭൂമാനന്ദനന്മാരോട് ചെല്ലലും എന്നോട് ഭക്തിയുണ്ടത്രകൾ എത്രയും ഉന്നതമർദ്ദീമാരിൽ വെച്ചുത്തമയായ ധർമാജ്ഞാതബോധന വർണ്ണശാലാന്തർഗൃഹേ വസിക്കുന്നില്ലു ചെന്നു കണ്ടാലും ജനകധർമാത്മജയും എന്നത് കേട്ടു രാമാജ്ഞയാജാനകി ചെന്നൂയാണങ്ങിനാൻ. അത്രയിലെ ആശ്രമത്തിലെത്തിയ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭക്തിപൂർവ്വം മുനിയെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, രാമനാണ് ഞാൻ. മഹർഷി, അങ്ങയുടെ തൃപ്പാദങ്ങൾ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ ധന്യനായി. മഹർഷി പറഞ്ഞു, തന്റെ മുമ്പിൽ നിൽക്കുന്നത് മോക്ഷപ്പദനായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അർഘ്യമധ്യാദികൾ സമർപ്പിച്ച് മൂവരെയും പൂജിച്ചു. അദ്ദേഹം രാജകുമാരന്മാരോട് പറഞ്ഞു, ഉന്നതാവസരിൽ ഉത്തമയും ധർമ്മജ്ഞയുമായ എന്റെ ഭക്തി ആശ്രമാന്തർഭാഗത്തുണ്ട്. സീതയെ കത്തുപോയി അവരെ കാണും. അത് കേട്ടിട്ട് രാമന്റെ അനുമതിയോടെ സീതാദേവി ഭഗത്തി എന്ന് അനസൂയയുടെ വാദങ്ങൾ തൊട്ട് വണങ്ങി. വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാവല്യമോർഗനീ വൽസേ പിടിച്ചേത്താലിംഗനം ചെയ്തു. സൽസ്വഭാവം തെളിഞ്ഞു മുനിഭക്തിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായതും വിശ്വമോഹനമായ ദൂലവും കുണ്ടലവും മംഗാരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസ്സൂയ നൽകിയാൾ നന്ന് പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്ക് കുറയായി ഒരിക്കലും ശാന്തനാകം തമവല്ലഭൻ തന്നോടും ചെന്നു രാജധാനിയകം കൂട്ടും. നന്നായി സുഖിച്ചു സുഖിതം വസിക്കനെ ഇത്തമനുഗ്രഹവും കൊടുത്താതനാൽ ഭക്തുരഗേഗമിക്കെന്നയ ചേരിനാൽ കൃഷ്ണമായി മൂവനെയും പൂജിപ്പിച്ചത് തുട്ടികലന്നു നവോദരനത്തെയും ശ്രീരാമനോടൊരു ചെയ്തൂപമാനവും നാരായണനായതെന്നറിഞ്ഞീരകം നിൻ മഹാമായ ജഗത്രയവാദിന സമോഹകാരിണിയായ നിർണയം ഇത്തരമത്തി മുനീന്ദ്രവാക്യം കേട്ടു. തത്ര യാത്രവും വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടൊരു ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഇത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. അനസൂയ സീതാദേവി മാറോടനെ ചൂട് പറഞ്ഞു, കുഞ്ഞേ വരൂ, സജ്ജന സംഘം കൊണ്ട് ജന്മസാഫല്യം ഉണ്ടാകും. പിന്നീട് അനന്തരം വിശ്വകർമാവ് തന്നെ നിർമ്മിച്ച പട്ടുവസ്ത്രങ്ങളും കുണ്ടലങ്ങളും മംഗലാകങ്ങളും മറ്റും
അനസൂയ സീതാദേവിക്ക് സമ്മാനിച്ചു. അനസൂയ പറഞ്ഞു, പതിപ്രതാധർമ്മം അനുസരിച്ച് നീ ശ്രീരാമചന്ദ്രനോടത്തേക്ക് വന്നത് നന്നായി. നിനക്കൊരിക്കലും ദേഹകാലി കുടയുകയില്ല സീതയെ. ശാന്തശീലനായ ഭർത്താവിനോടൊത്ത് രാജധാനിയിലെത്തി ദീർഘകാലം സുഖമായി വസിക്കുക. ഇങ്ങനെ അനുഗ്രഹിച്ച് ഭർത്താവിന്റെ മുമ്പിൽ പോകാൻ യാത്രയായി ആക്കി. താമസനായ അത്രയും മൂവരെയും സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഭുജിപ്പിച്ചിട്ട് ശ്രീരാമനോട് പറഞ്ഞു, അങ്ങ് ശ്രീനാരായണൻ തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മൂലോകവാസികളെയും മോഹിപ്പിക്കുന്നത് നിന്റെ മഹാമായയാണ്. മുനീര സംഭാഷണങ്ങൾ കേട്ടിട്ട് അന്ന് രാത്രി ശ്രീരാമൻ അവിടെ തന്നെ വസിച്ചു. ശ്രീരാമദേവൻ ഉമാദേവിയോട് ജീവിതം കഥ പറഞ്ഞു നിർത്തി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ ജഗുനാഥായ നാഥായ സീതായ പദേ നമഃ. നാരായണ. ഇനി ആരണ്യകാണ്ഡമാണ് അടുത്തത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ.